കഴിഞ്ഞ ദിവസം ഒരു പാക്കറ്റ് കാടമുട്ട വാങ്ങിച്ചു. 4 എണ്ണം അന്നേരം തന്നെ നമ്മൾ റെഡിയാക്കി അങ്ങോട്ട് കഴിച്ചു. ബാക്കി 6 എണ്ണം ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിലാണ് പരീക്ഷണം. കാടമുട്ട ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങാൻ വെച്ചു. ഇത് മൈദയും കോൺഫ്ലോറും കൂടെ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്ത് ചുമ്മാ ഒന്ന് കലക്കി റെഡിയാക്കി വെക്കണം. അധികം ലൂസാവാതെ. നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവം എല്ലാവർക്കും അറിയാമല്ലോ. ഇതും അതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി മുട്ടക്കുട്ടന്മാരെ പുരട്ടിയെടുക്കാനുള്ളൊരു മസാല വേണം. ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ലേശം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രെഡ് എടുത്ത് തകർത്ത് തരിപ്പണമാക്കി എടുത്തിട്ടുണ്ട്. മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ജാറൂടെ കഴുകണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് എടുത്ത് കേട്ടോ. ആന വായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞ പോലെ ഇമ്മിണി പോകുന്ന സാധനം ഒന്ന് കുറിച്ചാൽ അങ്ങോട്ട് തീരുകയും ചെയ്യും. ഇതുണ്ടാക്കിയെടുക്കാനെടുത്ത പാത്രങ്ങളെല്ലാം കൂടെ സിങ്ക് നിറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ മസാലയ്ക്കകത്തോട്ട് പുഴുങ്ങിയെടുത്ത മുട്ട പുരട്ടി വെച്ചു. പിന്നെ നമ്മുടെ മൈദ മിക്സിനകത്തൊന്ന് മുക്കി ബ്രെഡ് പൊടിക്കകത്ത് മുക്കി വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. 2 മിനിറ്റ് പോലും വേണ്ട, അത് റെഡിയായി കിട്ടും. നമ്മുടെ കണ്ണ് തെറ്റി നമ്മൾ എങ്ങോട്ടെങ്കിലും അടുത്ത ജോലിക്ക് പോയാൽ ഇത് കരിഞ്ഞ് നാശമാകും കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വൈകുന്നേരത്തെ ചായയുടെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇട്ട് ഞാനും മോനുകുട്ടനും കൂടെ ദാ ഇവിടോട്ട് വന്നിരുന്ന് കഴിക്കുകയാണ്. കാടമുട്ട ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കേ. അടിപൊളിയാണ്.